الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترحبون به عدو الله وعدوكم وآخرين من دونهم الله يعلمهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസി കാരുണ്യവനായ പടച്ചതമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരെ കടങ്ങൾ അള്ളാഹു തല വീട്ടിക്കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഒരു ബന്ധുവാണ് ഉമ്മു ഹറാം ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ. സഹാബി വനിതകളിൽപ്പെട്ട ഒരു മഹദിയാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹറാമിന്റെ വീട്ടിൽ ചെന്നു. അവിടെ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ഉമ്മു ഹറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി ചീകി കൊടുത്തു. അതിനിടയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മു ഹറാം ചോദിച്ചു, എന്താണ് അങ്ങ് ചിരിക്കുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ ഉറക്കത്തിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കടൽ മാർഗം യാത്ര ചെയ്യുന്നതായിട്ടും അങ്ങനെ ശത്രുക്കളോട് പോരാടുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെയും ആ സംഘത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ സംഘത്തിൽപ്പെട്ടയാളാണ് എന്ന് ഉമ്മു ഹറാമിനോട് പറയുകയും ചെയ്തു. വീണ്ടും അവിടെ നിന്ന് ഉറങ്ങി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ എഴുന്നേറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നുണ്ട്. അത് കണ്ട ഉമ്മു ഹറാം വീണ്ടും ചോദിച്ചു, വീണ്ടും അങ്ങ് ചിരിക്കുകയാണല്ലോ, എന്തിനാണത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, രണ്ടാമതൊരു സംഘവും എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കടലിലൂടെ യാത്ര ചെയ്ത് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നത് ഞാൻ കണ്ടു എന്നാണ് വീണ്ടും പറഞ്ഞത്. ഇവിടെ നബി തങ്ങൾ ചിരിക്കാൻ കാരണം, അന്ന് സമുദ്രയാത്ര ചെയ്യുക എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ, സമുദ്രയാത്രയ്ക്ക് അറബികൾ സാഹസപ്പെടാത്തൊരു കാലത്താണ് നബി തങ്ങൾ ഈ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട്
സമുദ്രത്തിലൂടെ പോയി ശത്രുക്കളുമായി യുദ്ധം ചെയ്യുക എന്നുള്ളത് അന്ന് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോ നബിതങ്ങൾ സന്തോഷത്തിൽ ചിരിച്ചുപോയി. ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പുലരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം വന്നു. അന്ന് സിറിയയുടെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന് ഒരു കത്തെഴുതുന്നുണ്ട്. കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: സൈപ്രസ് എന്ന് പറയുന്ന തുറമുഖം, അത് റോമക്കാരായ ആളുകൾ കച്ചവട ആവശ്യാർത്ഥം ഉപയോഗപ്പെടുത്തുന്ന ഒരു തുറമുഖമാണ്. അവരുടെ വ്യാപാര ചരക്കുകൾ പ്രധാനമായും കയറിപ്പോകുന്നതും ഇറങ്ങുന്നതും ഈ സൈപ്രസ് തുറമുഖത്തിലൂടെയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം ഇതാണ്: നമ്മൾ ആ സൈപ്രസ് തുറമുഖം കീഴടക്കുകയാണെങ്കിൽ, അത് നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് വല്ലാതെ ഉപകാരപ്പെടും. ഇസ്ലാമിക പ്രബോധനത്തിന് നമുക്ക് കടൽ മാർഗം സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ ചരക്കുകൾ ഈ തുറമുഖം വഴി കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും കഴിഞ്ഞാൽ വ്യാപാര രംഗത്ത് നമുക്ക് വലിയ ലാഭം ഉണ്ടായിത്തീരും. മരുഭൂമിയിലൂടെയുള്ള യാത്ര കുറച്ച് എളുപ്പമായി കിട്ടും. ഇങ്ങനെ സൈപ്രസ് തുറമുഖം നമ്മൾ കീഴടക്കുന്നതിന്റെ നേട്ടങ്ങൾ എഴുതിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണർ കത്തെഴുതുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം വായിച്ചു. പക്ഷെ അതിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിനായില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനും ഈ സമുദ്രയാത്ര വലിയ പരിചയമില്ല. സൈപ്രസ് തുറമുഖം കീഴടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മുസ്ലിമീങ്ങൾക്കൊരു നാവികസേന ഉണ്ടാകണം. നാവികസേന ഉണ്ടാക്കിയിട്ട് കടലിലൂടെ ചെന്ന് സൈപ്രസ് തുറമുഖം കീഴടക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് സമുദ്രയാത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ കത്ത് ഉടനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൈമാറുന്നുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നല്ലൊരു പൊളിറ്റീഷ്യനാണ്. തന്നെയല്ല, ഇടക്കിടക്ക് സമുദ്രയാത്ര ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. റോമിലേക്കും പേർഷ്യയിലേക്കും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചിലപ്പോഴൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി അംർ ഇബ്നുൽ ആസിന് ഉമർ റളിയല്ലാഹു അൻഹു കത്ത് കൈമാറുന്നുണ്ട്. കത്ത് കിട്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമറിന് മറുപടി കൊടുത്തത്: നമ്മൾ ഈ സാഹസത്തിന് നിൽക്കണ്ട. സമുദ്രത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമുക്കൊരു നാവികസേന ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ അത് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യമല്ല എന്നാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമറിന് കൊടുത്ത മറുപടി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് ഖലീഫയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഇതേ മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനും കത്തെഴുതുന്നുണ്ട്: നമുക്കൊരു നാവികസേന ഉണ്ടാക്കണം. കരസേന ഇപ്പോ ഉണ്ട്, വ്യോമസേന അന്ന് ചിന്തിക്കാൻ കഴിയില്ല, കാരണം ആകാശയാത്രകൾ അന്നില്ല. അപ്പൊ മുസ്ലിമീങ്ങൾക്കൊരു നാവികസേന വേണം, നമുക്ക് ആ സൈപ്രസ് തുറമുഖം പിടിച്ചെടുക്കണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കത്തെഴുതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി എഴുതിയത്: താങ്കൾ ഉമർ ഇബ്നുൽ ഖത്താബിന് അന്ന് കത്തെഴുതുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് കത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാനുണ്ട്. ഉമർ എന്താണ് മറുപടി നൽകിയതെന്ന് എനിക്കറിയാം. ആ മറുപടി തന്നെയാണ് എനിക്കും നൽകാനുള്ളത്. ഉമർ അന്ന് നൽകിയ മറുപടി അത് വേണ്ട എന്നായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു നാവികസേന രാഷ്ട്രത്തിന് രൂപീകരിക്കണമെന്ന ആവശ്യത്തെ നിരാകരിക്കുകയാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. അദ്ദേഹം വീണ്ടും കത്തുകൾ എഴുതി: അങ്ങനെ പറയരുത്, ഇസ്ലാമിക രാഷ്ട്രത്തിനൊരു നാവികസേന വേണം, നമുക്ക് ആ സൈപ്രസ് തുറമുഖം പിടിച്ചെടുക്കണം. അതിന്റെ ഗുണവശങ്ങളെല്ലാം വിശദീകരിച്ചെഴുതിയപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം സമ്മതം മൂളി. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായ ഒരു നാവികസേന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് രൂപീകരിക്കപ്പെടുകയാണ്. അതൊരു നാവികസേനയില്ല. അതനുസരിച്ച് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു. അന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയൊരു കപ്പൽ മുസ്ലിമീങ്ങൾ അന്ന് നിർമ്മിച്ചു. കപ്പൽ നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം മുസ്ലിമീങ്ങളാണ് പിൽക്കാലക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന്. കൊളംബസിന് പോലും കപ്പൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുസ്ലിമീങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ആദ്യത്തെ കപ്പൽ നിർമ്മിക്കപ്പെട്ടു. ആ കപ്പലിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ട് നിബന്ധന പറഞ്ഞു.
കപ്പൽ മാർഗം യുദ്ധത്തിന് ആരെ നിങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുപോകരുത്. 2, പോകുന്ന സൈനികരെല്ലാം അവരുടെ ഭാര്യമാരെ കൂടെ കൂട്ടണം. കാരണം യാത്ര സുരക്ഷിതമാണെങ്കിലേ ഭാര്യനെ കൂടെ കൂട്ടാൻ തയ്യാറാകുള്ളൂ. എല്ലാവരും ഭാര്യമാരെ കൂടെ കൂട്ടണം. അങ്ങനെ പോയി ആ കപ്പലിൽ പോയി സൈപ്രസ് തുറമുഖത്ത് ചെന്ന് മുസ്ലിമീങ്ങൾ തുറമുഖം കീഴടക്കുകയും പിൽക്കാലത്ത് ധാരാളം ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ, ജിഹാദിന്റെ മാർഗത്തിൽ ഈ തുറമുഖം മുസ്ലിമീങ്ങൾക്ക് സഹായകമായി തീരുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാനിത് പറഞ്ഞു വെച്ചത്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം ഒരു ഇസ്സത്തുള്ള മതമാണ്. വ്യക്തിയും സമൂഹവും ഇസ്ലാം നിലനിൽക്കുന്ന നാടും ഇസ്സത്തോടെ നിലനിൽക്കണമെന്നുള്ളതാണ് അത് പടച്ചോന്റെ ആഗ്രഹം. മുസ്ലിമീങ്ങൾ ആരുടെയും ആട്ടും തൂപ്പും ഏറ്റ് ജീവിക്കേണ്ടവരല്ല. വ്യക്തിയാകട്ടെ, സമൂഹമാകട്ടെ, മുസ്ലിം രാജ്യമാകട്ടെ, കൃത്യമായ ഒരു ദിശാബോധത്തോടുകൂടി, അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി മുന്നോട്ടു പോകേണ്ടവരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അന്തസ് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്, മുഅ്മിനീങ്ങൾക്കാണ് എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി നാം ജീവിക്കണം. വ്യക്തി എന്ന നിലയിലും, ഒരു സമൂഹം എന്ന നിലയിലും, ഒരു മുസ്ലിം നാട് എന്ന നിലയിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അങ്ങനെയായിരിക്കണം. എല്ലാ പള്ളികളുടെയും മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. പടച്ചവനെ ഇസ്ലാമിനെ ഇസ്സത്തിലാക്കണം. ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങളെ ഇസ്സത്തിലായി ജീവിപ്പിക്കണം. ഇതെല്ലാ പള്ളി മെമ്പറുകളിൽ നിന്നും പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും ആവേശപൂർവ്വം ആമീൻ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. അള്ളാഹുവിന്റെ അടിമകൾ, സത്യവിശ്വാസികൾ ഈ ഭൂമി ലോകത്ത് അവൻ അന്തസ്സോടെ ജീവിക്കണം. അന്തസ്സുള്ള സമുദായം, അന്തസ്സുള്ള രാഷ്ട്രം, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. വഖദ് തഖശ്ശഅ വ തദല്ലല. അയാളിങ്ങനെ വല്ലാതെ വിനയത്തിൽ ഇങ്ങനെ കൂനി നടക്കുകയാണ്. നടത്തം കണ്ട വല്ലാത്തൊരു പാവത്വം തോന്നും. ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അലസ്ത മുസ്ലിം, നീ മുസ്ലിമാണോ? കലബല, അതെ ഞാൻ മുസ്ലിമാണ്. എന്നാൽ ഇർഫഅ റഅസക, തല ഉയർത്തി നടക്കുക. വംദുദ് ഉനുക, പെരടി നീട്ടി നിർത്ത്, നട്ടെല്ല് നിവർത്തി നിർത്ത്. ഫഇന്നൽ ഇസ്ലാമ അസീസുൻ മനിഉൻ. നീ ഉൾക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം ഒരു അന്തസ്സുള്ള പ്രസ്ഥാനമാണത്. അതൊരു അജയ്യമായ ആദർശമാണ്. ഈ ആദർശം പേറിയിട്ട് തലകുനിച്ചു നടക്കേണ്ടവനാണോ നീ? നടുകുനിച്ചു നടക്കേണ്ടവനാണോ നീ? അതുകൊണ്ട് നട്ടെല്ല് നിവർത്തി നടക്കണം, തല ഉയർത്തിപ്പിടിക്കണം. അത്രമാത്രം ഘനമുള്ള, ഗാംഭീര്യമുള്ള ഒരു ആദർശമാണ് നീ നെഞ്ചേറ്റിയിരിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മതം നെഞ്ചിലേറ്റിയ ആളുകൾ, അത് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ, വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ അന്തസ്സോടെ ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം. നമ്മുടെ നടത്തവും ഇരുത്തവും ഒക്കെ ആ അന്തസ്സ് പ്രകടിപ്പിക്കുന്നതാകണം. ഒരു സമുദായം എന്ന നിലയ്ക്ക് മുസ്ലിമീങ്ങൾ ആ നിലയ്ക്ക് അഭിമാനത്തോടെ, അന്തസ്സോടെ ജീവിക്കണം. ഒരു നാട്, ഒരു ഇസ്ലാമിക രാഷ്ട്രം, അവിടെയുള്ള മുസ്ലിമീങ്ങൾ, അവിടെയുള്ള ഭരണകൂടം ആ മതത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണം നടത്തണം. ആരുടെ മുന്നിലും അടിയറവ് പറയേണ്ടതല്ല അവരുടെ ആദർശം. അങ്ങനെയുള്ള ഒരു ആദർശമല്ല അവർ കയ്യിലേറ്റിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമായി സംസാരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല ഉമറെ, അല്ല അബൂബക്കറെ, ഞാനൊരു കാര്യം റസൂലിനോട് ചോദിക്കാൻ മറന്നുപോയി. റസൂല് പോയല്ലോ, എന്തായിരുന്നു അത്? റസൂലിന്റെ കാലം നമ്മുടെ അന്തസ്സിന്റെ കാലമായിരിക്കും. അഭിമാനത്തോടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ റസൂലിന് ശേഷം എന്തായിരിക്കും ഉമ്മത്തിന്റെ അവസ്ഥ? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനത് ചോദിച്ചിട്ടുണ്ട്, ഞാനത് റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങയുടെ കാലശേഷം ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കറെ, തുഫ്തഹു ഖുസ്തുൻതുനിയ വറൂമിയ, എനിക്ക് ശേഷം നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ കീഴടക്കും. തുർക്കിയുടെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, അത് നിങ്ങളുടെ കീഴിൽ വരും. റൂമിയ, റോം നിങ്ങളുടെ കീഴിൽ വരും. ഇറ്റലിയുടെ തലസ്ഥാനമായ റോം നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ വരും. അപ്പൊ നമ്മൾ വിജയിച്ചുകൊണ്ടേയിരിക്കും.
പല രാജ്യങ്ങളും ഇസ്ലാമിന് കീഴിലേക്ക് വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റസൂലിന് ശേഷം നമ്മളൊന്നും ഭയപ്പെടാനില്ല എന്നാണ്. അതുകൊണ്ട് അന്തസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അഭിമാനമുള്ള ഒരു സമുദായം എന്ന നിലയ്ക്ക്, അന്തസ്സുള്ള ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉയർന്നു നിൽക്കണം. ഒരു ശത്രുവിന്റെ മുന്നിലും അടിയറവ് പറയാൻ പാടില്ല. മുസ്ലിം രാഷ്ട്രം ശത്രുക്കൾ ഉണ്ടാകുമെന്ന കാര്യം ഖുർആൻ നമ്മെ അടിയറയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ശത്രു എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുവിനെതിരെ എന്ത് തയ്യാറെടുപ്പ് നടത്തണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കരുതലുണ്ടാകണം. ആരാണ് മുസ്ലിമിന്റെ ശത്രു? അത് പറയേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. മുസ്ലിമിന്റെ ഒന്നാമത്തെ ശത്രു ജൂതനാണ്. ഇത് ഖുർആനാണ്. ജൂതനോളം ശത്രുത മുസ്ലിമിനോട് വച്ചു പുലർത്തുന്ന ഒരു സമൂഹം ലോകത്ത് വേറെ ഉണ്ടാകില്ല. ഏറ്റവും വലിയ ശത്രു ജൂതനായിരിക്കും. ജൂതൻ മുസ്ലിമിന്റെ മാത്രം ശത്രു അല്ലല്ലോ. ജൂതൻ പടച്ചോന്റെ ശത്രുവാണ്. അവന്റെ അമ്പിയാക്കളുടെ ശത്രുവാണ്. അവന്റെ മലക്കുകളുടെ ശത്രുവാണ്. അവന്റെ വിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ശത്രുവാണ്. പടച്ചവനെ കുറിച്ച് ഇത്രയും മോശമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയൊരു സമൂഹം ജൂതന്മാരാതെ ലോകത്ത് വേറെയില്ല. ഖുർആൻ എത്ര സ്ഥലത്താണത് പറഞ്ഞത്? ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹിന്റെ മകനാണെന്ന് പറഞ്ഞു. യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ദരിദ്രനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് ജൂതന്മാരാണ്. പടച്ചവനെ കുറിച്ച് ഇത്രയും വലിയ അസംബന്ധം പറഞ്ഞൊരു സമൂഹം ലോകത്ത് വേറെയില്ല. ഇത് അള്ളാഹുവിനെ കുറിച്ചാണെങ്കിൽ അവന്റെ മലക്കുകളെ കുറിച്ച് എന്താ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജൂതന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദേ, ആരാണെന്ന് എനിക്ക് ഈ വഹ്യ് കൊണ്ടുവരുന്നയാള്? അവൻ വിശ്വാസം പറഞ്ഞു, ജിബ്രീലാണ്. ഓ, എന്നാ ഞങ്ങൾ വിശ്വസിക്കൂല. ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. വേറെ ഏതെങ്കിലും മലക്കുകളായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചേനെ, ജിബ്രീൽ ആയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. അള്ളാഹു അതിനെ എതിർത്തുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, ആരെങ്കിലും ജിബ്രീലിന്റെ ശത്രുവാണെങ്കിൽ എന്ന് ഖുർആൻ പരാമർശിക്കുന്നു. അമ്പിയാക്കളുടെ ശത്രു മൂസാ നബി അലൈഹി സ്വലാമിനെ എത്രയാണ് ഇവർ കഷ്ടപ്പെടുത്തിയത്. ലോകം കണ്ട മൂന്നാമത്തെ മനുഷ്യനാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം. ആ മനുഷ്യനെയാണ് ഇവരെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചത്, ജൂതന്മാരെ നന്നാക്കാൻ. പക്ഷേ അത്രമാത്രമാണ് മൂസാ നബി അവർ കഷ്ടപ്പെടുത്തിയത്. എന്തെല്ലാമാണ് അവർ പറഞ്ഞു വെച്ചത്. വിശുദ്ധ ഖുർആൻ 136 സ്ഥലത്താണ് ജൂതന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നത്. ഇത്രമേൽ ചരിത്രം ഖുർആൻ വേറൊരു വിഷയത്തിലും വിശദീകരിക്കുന്നില്ല. അവർ മൂസാ നബിനെ കഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ പോലും ആ മനുഷ്യനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം വൃഷ്ണവീക്കമുള്ളയാളാണ്, അതുകൊണ്ടാണ് തുണിയെടുത്ത് കുളിക്കുന്നത്. അവരെല്ലാം നഗ്നരായി കുളിക്കുമ്പോൾ മൂസാ നബി തുണിയെടുത്ത് കുളിക്കും. അവർ പറഞ്ഞു, മൂസയുടെ വൃഷ്ണത്തിനെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അയാൾ തുണിയെടുത്ത് കുളിക്കുന്നത്. അള്ളാഹു തആല അത് കാണിച്ചു കൊടുത്തു. മൂസയുടെ വൃഷ്ണത്തിന് പ്രശ്നമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞില്ലേ ജൂതന്മാർ? എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നുകളഞ്ഞത്? 80 നബിമാരെ ഒറ്റ ദിവസം കൊന്നുകളഞ്ഞു ജൂതന്മാർ. നബിമാരെ കൊന്ന വേറൊരു സമൂഹം ലോകത്തില്ല. ഒരു ഹദീസിലുണ്ട്, 300 നബിമാരെയാണ് ബനൂ ഇസ്രായേലി സമൂഹം ജൂതന്മാർ കൊന്നുകളഞ്ഞത്. നബിമാരെ കൊന്നു. സക്കരിയ എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തെ അവർ ഓടിച്ചു. സക്കരിയ നബി ഓടി. ഒരു വൃക്ഷം അദ്ദേഹത്തിന് വേണ്ടി പിളർന്നു കൊടുത്തു. അതിലേക്ക് അദ്ദേഹം കയറി. അദ്ദേഹത്തിന്റെ വസ്ത്രം വെളിയിൽ കണ്ടു. ഈർച്ചവാളുകൊണ്ട് മരം അറുത്തു മുറിച്ചു. സക്കരിയ അലൈഹി ഇസ്ലാമിനെ കൊന്നുകളഞ്ഞു. യഹ്യാ നബിയെ കൊന്നില്ലേ? യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നു. അദ്ദേഹത്തിന്റെ തല ഒരു തളികയിൽ വെച്ചുകൊണ്ട് രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. ഇങ്ങനെ നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കൊന്ന സമൂഹമാണ് ലോകത്തു ജൂതന്മാർ. അവർ അമ്പിയാക്കളുടെ ശത്രുവാണ്. അവർ വിശ്വാസികളുടെ, സത്യവിശ്വാസികളുടെ ശത്രുവാണ്. ശത്രുത മാത്രമേ ജൂതർക്കറിയൂ. അവരതേ പഠിച്ചിട്ടുള്ളൂ. ലോകാവസാനം വരെ ജൂതന്മാരിൽ നിന്നും ശത്രുതയല്ലാതെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ഖുർആൻ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളെന്ത് വേണം? ശത്രുവിനെ അടിമപ്പെട്ട് ജീവിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ശത്രുവിനെ നിങ്ങൾ നേരിടണം. ശത്രുവിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങൾക്ക് കഴിയുന്ന ശക്തി നിങ്ങൾ സംഭരിച്ചു വെക്കണം. നേരത്തെ സംഭരിച്ചു വെക്കണം. ശത്രു ആക്രമിക്കാൻ വരുമ്പോഴല്ല വടിയെടുക്കാൻ പോകേണ്ടത്. നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ശക്തി സംഭരിച്ചു വെക്കണം. ശത്രു നിങ്ങളുടെ മുന്നിലുണ്ട്. ഉമൻ റിബാത്തിൽ ഖൈലി, കുതിരപ്പട്ടാളത്തെ നിങ്ങൾ ഒരുക്കി നിർത്തണം. എന്തിനു വേണ്ടി? തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും,
അള്ളാഹുവിന്റെ ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി, നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി. അതാരാണത്? ജൂതസമൂഹം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇവരെ മാത്രമല്ല കേട്ടോ, വആഖരീന മിൻ ദൂനിഹിം, വേറെയും ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാകും. ജൂതന്മാര് മാത്രമല്ല, വേറെയും ചില ശത്രുക്കൾ ഉണ്ടാകും. ലാ തഅലമൂനഹും, ഇപ്പോൾ നിങ്ങൾക്ക് അവരെ അറിയില്ല. പക്ഷെ അല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം. അവർ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പടച്ചവനറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല, പിന്നീട് നിങ്ങൾ അറിയും. അവരെയും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. നിങ്ങൾ ശക്തി സംഭരിച്ചു വെക്കണം. അപ്പൊ ശത്രു ആരാണെന്നും ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ എന്താണ് വേണ്ടതെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, സത്തുഫ്തഹു അലൈക്കും അർളുൻ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങൾ നിങ്ങളുടെ കീഴിലേക്ക് വരും, ഇസ്ലാമിന് കീഴിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ മാറ്റിവെക്കരുത്, ആയുധങ്ങൾ വലിച്ചെറിയരുത്, അമ്പുകൊണ്ട് കളിക്കരുത്. ആ നിങ്ങളുടെ അമ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇത്രയും പ്രദേശങ്ങൾ ഞങ്ങളുടെ കീഴിലായല്ലോ, ഇനി എന്തിനെ ഭയപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ എപ്പോഴും സജ്ജരായിരിക്കണം ശത്രുവിനെ നേരിടാൻ വേണ്ടി. അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം ശത്രുവിനെ കരുതിയിരിക്കണം. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ശത്രു ഇസ്രായേലാണ്. നെതന്യാഹു നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രം, ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി രാഷ്ട്രം. 2 വർഷത്തിലധികമായി ഗസയിലെ നിരപരാധികളായ മനുഷ്യന്മാരെ, നിരായുധരായ മനുഷ്യന്മാരെ ബോംബ് വർഷിച്ചും പട്ടിണിക്കിട്ടും കൊന്നു. 65,000 മനുഷ്യന്മാരെ കൊന്നു. 10,000-കണക്കിന് മനുഷ്യന്മാര് അംഗവൈകല്യം സംഭവിച്ചവരായി. കെട്ടിടങ്ങൾ പൊളിച്ചു, പള്ളികളും മദ്രസകളും ആശുപത്രികളും സ്കൂളുകളും പൊളിച്ചു. എന്നിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി. ഇപ്പോ കഴിഞ്ഞ ദിവസം ഖത്തറിൽ കൊണ്ടുപോയി ആക്രമണം നടത്തി. ശത്രു മുന്നേറുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത് ശത്രുവിന്റെ അവസാനത്തെ പോരാട്ടമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ശത്രു വിജയിക്കാൻ പോകുന്നില്ല. സൂറത്ത് ആലി ഇമ്രാനും സൂറത്ത് അൽ ബഖറയൊക്കെ പരിശോധിക്കുമ്പോൾ അല്ലാഹു വ്യക്തമായി പറയുന്നുണ്ട്, ലൻ യദുറുക്കും ഇല്ല അദാ. ഈ ജൂത സമൂഹത്തിന് നിങ്ങളെ ചെറിയ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാനേ കഴിയൂ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ വരുത്താനേ ഇവർക്ക് കഴിയൂ. അല്ലാഹു ആ നിലയ്ക്ക് അതിനെ കാണുന്നത്. ഒരുപാട് പേര് രക്തസാക്ഷികളായിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഗസയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾ എന്നും അന്തസ്സുള്ളൊരു സമൂഹമായിരിക്കും. ഈമാനുണ്ടോ നിങ്ങൾക്ക് ഇസ്സത്തുണ്ടാവും. ഈമാനുള്ളവർക്ക് ഇസ്സത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയും. അതിനർത്ഥം മുഅ്മിനീങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും. റസൂലിന്റെ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? എത്ര യുദ്ധങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്നു, എത്ര പട്ടിണി കിടക്കേണ്ടി വന്നു. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നടക്കുന്നുണ്ട് ഒരു രാത്രിയിൽ. അബൂബക്കറിനെ കണ്ടുമുട്ടി, ചോദിച്ചു, എന്താണ് റസൂലെ ആ സമയത്ത്? അബൂബക്കറെ വിശന്നിട്ടാണ് ഇറങ്ങി നടക്കുന്നത്. നമ്മുടെ നേതാവിന്റെ അവസ്ഥയാണ്. അബൂബക്കർ പറഞ്ഞു, റസൂൽ എന്റെയും അവസ്ഥ അത് തന്നെ, വിശന്നിട്ട് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് ഉമറിന്റെ അടുക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞ് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും കുട്ടി ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. ഉമറും ഇതേപോലെ ഇറങ്ങി നടക്കുകയാണ്. ഉമർ പറഞ്ഞു, എന്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ തന്നെയാണ്, പട്ടിണിയാണ്, വിശന്നിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ വിശന്ന് നടക്കുമ്പോഴും ധാരാളം യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അഭിമാനത്തോടെയാണ് ജീവിച്ചത്. ആ സഹാബത്ത് അഭിമാനത്തോടെയാണ് ജീവിച്ചത്. കിസ്റ ചക്രവർത്തിയുടെ അംബാസിഡർ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ ഖലീഫയായിരിക്കുമ്പോൾ. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് കിസ്റ. ആ ചക്രവർത്തിയുടെ ദൂതനാണ് വരുന്നത്. അദ്ദേഹം മദീന പള്ളിയിൽ വന്ന് അന്വേഷിച്ചു, നിങ്ങളുടെ രാജാവ് എവിടെയാണ്, ചക്രവർത്തി എവിടെയാണ്? അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹം പള്ളിയിലില്ല, ആ മരത്തണലിൽ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. കിസ്റയുടെ അംബാസഡർ പോയി നോക്കുമ്പോ മരത്തിന്റെ തണലിൽ കിടന്ന് വിശ്രമിക്കുന്ന അർദ്ധബക്കീറായ ഒരു ഉമറിനെയാണ് കാണുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആത്മകഥം ചെയ്യുന്നുണ്ട്, അലിഹാദൽ മിസ്കീനി യർതജ്ജു കിസ്റ വ കൈസർ. ഈ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോഴാണോ കിസ്റ കൈസർ ചക്രവർത്തിമാരെ ഞെട്ടിവിറച്ചു പോകുന്നത്? ഈ പാവം മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കിടപ്പ് കണ്ടാ പാവം തോന്നും. ഒരു മരത്തണലിൽ അർദ്ധനഗ്നനായി കിടക്കുകയാണ്. തുണി ഉടുക്കാൻ പോലും, പൂർണ്ണമായും വസ്ത്രം ധരിക്കാൻ പോലും പൈസ ഇല്ലാത്ത മനുഷ്യൻ. പട്ടിണിയുടെ നടുവിലും ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ പേർഷ്യൻ ചക്രവർത്തി വിറച്ചു പോകുമായിരുന്നു. ഇന്നും അബൂ ഉബൈദ എന്ന പേര് കേൾക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചു വിറയ്ക്കും. ഗസയിൽ അബൂ ഉബൈദ എന്ന് പറയുന്ന അവരുടെ നേതാവ് പട്ടിണിയിലാണ്, ഗസക്കാരും പട്ടിണിയിലാണ്. പക്ഷേ നെതന്യാഹുവിന്റെ ഉറക്കം നഷ്ടപ്പെടും അബൂ ഉബൈദ എന്ന പേര് കേൾക്കുമ്പോൾ.
പട്ടിണിക്ക് നടുവിലും അന്തസ്സോടെ അഭിമാനത്തോടെ ശത്രുവിനെ ഭയപ്പെടുത്താൻ പറ്റുന്ന, തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അന്തസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ലൻ യദുറുക്കും ഇല്ലാ അദാ, ചെറിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാനേ കഴിയുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വൈൻ ഖാതലൂക്കും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുവല്ലൂക്കുമുൽ അദ്ബാർ, പിന്തിരിഞ്ഞോടും. ഖത്തർ തിരിച്ചടിക്കാൻ തയ്യാറായാൽ, ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരു തിരിച്ചടിക്ക് തയ്യാറായാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പിന്തിരിഞ്ഞോടും. ഇത് ഖുർആൻ പറയാണ്. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ യുവല്ലൂക്കുമുൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടും. അതിനുള്ള ധൈര്യം അവർക്കുള്ളൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സുമ്മ ലാ യുൻസറൂൻ, പിന്നെ അവരെ സഹായിക്കപ്പെടുകയില്ല. അവരങ്ങ് നിലംപരിശാക്കുകയാണെങ്കിൽ, അറബ് രാഷ്ട്രങ്ങളെ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് മൂത്രമൊഴിച്ചാൽ മതി. ബഷീർ സാഹിബ് പറഞ്ഞ പോലെ, വൈക്കം ബഷീറിന്റെ ഭാഷയാണ്. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളൊന്നും ഒന്നിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ മതി ഇസ്രായേൽ ഒലിച്ചു പോകാൻ. പക്ഷെ അവർ ഒരുമിച്ചിരിക്കൂല. അതാണ് അവരുടെ പ്രശ്നം. അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഒരു ശത്രുവുണ്ട്, ഇവരുടെ മിത്രം അമേരിക്ക, അങ്കിൾ സാം. അവസരം മുതലെടുത്തുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ. മനസ്സിലാക്കേണ്ടത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹുവിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നു. ചെറിയ പ്രശ്നങ്ങളുണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തല്ലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ ഞാനതിന് സന്നദ്ധനല്ല, ഞാൻ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടാം. കൃത്യമായ അഭിപ്രായ വ്യത്യാസം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുണ്ടായി ഈ വിഷയത്തിൽ. തക്കം പാർത്തിരുന്ന അന്നേരത്തെ അമേരിക്ക ഹിർക്കൽ രാജാവ്, അന്നത്തെ ട്രംപ്, അന്നത്തെ ഹിർക്കൽ രാജാവ് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതുന്നുണ്ട്, രസകരമായൊരു കത്ത്. ഹിർക്കൽ രാജാവ് പറഞ്ഞു, ഞാൻ അറിഞ്ഞു അലി, നീയും മുആവിയയുമായിട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാഗത്താണ് അലി സത്യം, നിന്റെ ഭാഗത്താണ് സത്യം. മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, മുആവിയ നിന്റെ ഭാഗത്താണ് സത്യം, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു സൈന്യത്തെ അയച്ചു തരാം. ആ സൈന്യം നിന്റെ ശത്രുവായ അലിയെ ചങ്ങലക്കിട്ട് നിന്റെ മുന്നിൽ കൊണ്ടുവരും. മുആവിയോട് പറയാണ് ഹിർക്കൽ രാജാവ്. അവസരം മുതലെടുക്കുകയാണ് ശത്രു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഹിർക്കലിന് മറുപടി എഴുതുന്നത് ഇങ്ങനെയാണ്, അന അലിയുൻ അഖ്വാനി, ഞാനും അലിയും സഹോദരങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ പിണക്കാൻ നീ വരണ്ട. ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉസ്മാന്റെ ഘാതകരെ പിടികൂടുന്ന വിഷയത്തിൽ ഞാനും അലിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങൾ സഹോദരങ്ങളാണ്. നീ ഞങ്ങളെ പിണക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാനൊരു സൈന്യത്തെ അങ്ങോട്ട് അയക്കും. ആ സൈന്യത്തിന്റെ നേതാവ് അലിയായിരിക്കും. നീ എന്റെ ശത്രുവാണെന്ന് പറയുന്ന അലിയായിരിക്കും ആ സൈന്യത്തിന്റെ നേതാവ്. ആ സൈന്യത്തിന്റെ ആദ്യം നിന്റെ അടുക്കലാണെങ്കിൽ അവസാനം എന്റെ രാജ്യത്തായിരിക്കും. ഈ ബുദ്ധി, ഈ ഒരു ബോധം അറബ് രാജ്യങ്ങൾക്കുണ്ടാകണം. തമ്മിൽ പിണക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തങ്ങളെ പണക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യത്തിനെതിരെ, പൊതുശത്രുവിനെതിരെ, ലോകസമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ഈ രാജ്യത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയണം. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇനിയും ഇടികിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് അലിമിയ നദ്വി സാഹിബ് കിങ് ഫൈസൽ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അറബികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നദ്വി സാഹിബിനെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി 1,00,000 രൂപയും ഫലകവും കൊടുത്തു സമ്മാനമായിട്ട്, ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക്. നദ്വി സാഹിബ് 1,00,000 വാങ്ങി, 1,00,000 റിയാൽ വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് തന്റെ കയ്യിലിരുന്നൊരു പഴയ ഖുർആൻ നദ്വി സാഹിബ് കൊണ്ടുവരുന്നു. ആ ഖുർആൻ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം ഇതാണ്. നിങ്ങളോട് പറയാനുള്ളത്, ഈ ഖുർആനിനോട് നിങ്ങൾക്ക് കൂടുതൽ ബാധ്യതയുണ്ട്. ഈ ഖുർആൻ ഇറങ്ങിയത് നിങ്ങളിലാണ്, നിങ്ങളുടെ ഭാഷയിലാണ്, നിങ്ങളുടെ നാട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് അറബികളുടെ മുഖത്തു നോക്കി പറഞ്ഞാലാണ് അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. ഈ അറബ് സമൂഹത്തോട് നമുക്കും പറയാനുള്ളത്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഈ പൊതുശത്രുവിനെതിരെ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടായിരിക്കും. അത് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണ്. ളുരിബത്ത് അലൈഹിമുദ്ദില്ല, ഈ ജൂത സമൂഹത്തിന്റെ മേൽ അപമാനഭാരം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നും അപമാനഭാരമേറി ജീവിക്കേണ്ടവരാണ് ജൂത സമൂഹം. വൽ മസ്കന, സാധുത്വവും പതിത്വവും, എന്നും അവർ മിസ്കീന്മാരാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇല്ലാ ബിഹബലിൻ മിനല്ലാഹി വഹബലിൻ മിനന്നാസ്,
ഇവർക്ക് ധൈര്യം കിട്ടണമെങ്കിൽ അള്ളാന്റെ സഹായം വേണം, അല്ലെങ്കിൽ ജനങ്ങളുടെ സഹായം വേണം. ഒറ്റയ്ക്ക് പോരാടാൻ ധൈര്യമില്ലാത്തൊരു വിഭാഗമാണ് ജൂതന്മാർ. നമുക്കറിയാലോ, അമേരിക്ക കൂടെയില്ലെങ്കിൽ ജൂതന് ധൈര്യം ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞു ഇല്ലാ ബിഹബ്ലിൻ മിനന്നാസ്, ആരെങ്കിലും ജൂതനെ സഹായിച്ചാലേ ജൂതന് യുദ്ധം ചെയ്യാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അറബുകളെ, നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്കെതിരെ പോരാടാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയവരാണ്, അള്ളാഹുവിന്റെ ഗളബ് ഏറ്റുവാങ്ങിയവരാണ് ഈ സമൂഹം. കാരണം ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാണ്. വയഖ്തുലൂന നബിയീന, നബിമാരെ കൊന്നവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചവരാണ്. അതുകൊണ്ട് ഈ സമൂഹം എന്നും ദില്ലത്തിലും മസ്കനത്തിലുമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു വലാ യസാലൂന യുഖാതിലൂനക്കും, ഈ ജൂതന്മാർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിരപരാധികളാണെങ്കിലും ജൂതന്മാർ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഇപ്പൊ ഖത്തറിനെ അടിച്ചില്ലേ, നാളെ വേറെ ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങളെ അടിക്കും, യമനിനെ അടിച്ചു. ഇവരുടെ പണി യുദ്ധമാണ്. വലാ യസാലൂന യുഖാതിലൂനക്കും, ജൂതൻ എന്നും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അതവന്റെ പണിയാണ്, അതവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, എന്തിനാണത്? നിങ്ങളുടെ ദീനീന്ന് മടക്കാൻ വേണ്ടി. നിങ്ങളുടെ മതത്തോട് അവർക്ക് ഇഷ്ടമില്ല. അവരാഗ്രഹിക്കുന്നത് മുസ്ലിമീങ്ങളെ ജൂതന്മാരാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങളുടെ മതം വിശ്വസിക്കുന്ന കാലത്തോളം ജൂതൻ ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തിയായിരിക്കില്ല. നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ അഭിമാനബോധം ഉയർത്തിക്കൊണ്ട് ഒത്തൊരുമിച്ച് നിൽക്കണം, തല ഉയർത്തി നിൽക്കണം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തണം, തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് അബ്ബാസിയ ഖലീഫയാണ്. ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് നമ്മൾ ഹാറൂൺ റഷീദിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ചില മോശമായ കഥകളാണ്. പക്ഷേ ഹാറൂൺ റഷീദിന് ഒരു നല്ല ജീവിതം ഉണ്ടായിരുന്നു. രാത്രി 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഹാറൂൺ റഷീദ്, ബഗ്ദാദിൽ നിന്നും ഹജ്ജിന് നടന്നുപോയ ഹാറൂൺ റഷീദ്, അങ്ങനെ ഒരു നല്ല ജീവിതം ഹാറൂൺ റഷീദിനുണ്ടായിരുന്നു. അബ്ബാസി ഖലീഫയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് റോമിൽ ഒരു പുതിയ ഭരണാധികാരി വന്നു. പഴയ ഭരണാധികാരി അബ്ബാസി ഖലീഫയ്ക്ക് കപ്പം കൊടുത്ത് ജിസിയ കൊടുത്താ ജീവിച്ചിരുന്നത്. പുതിയൊരു ഭരണാധികാരി വന്നപ്പോ ആ ഭരണാധികാരി ഹാറൂൺ റഷീദിന് ഒരിക്കൽ കത്തെഴുതുന്നുണ്ട്. കത്തിങ്ങനെയാണ്, ഇത് റോമിലെ രാജാവ് എഴുതുന്ന കത്താണ്, ഹാറൂൺ റഷീദിനുള്ള കത്താണ്. മുമ്പ് ഭരിച്ചിരുന്ന, ഞങ്ങളുടെ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരി ഭീരുവായിരുന്നു. ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി ഞാനാണ്, ഞാൻ ധീരനാണ്. അതുകൊണ്ട് പഴയ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സമ്പത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട്, അതെല്ലാം ഇരട്ടിയായിട്ട് ഇവിടെ തിരിച്ചേൽപ്പിക്കണം. ഇല്ലെങ്കിൽ എന്റെ വാളും നിങ്ങളുടെ വാളും തമ്മിൽ ഏറ്റുമുട്ടും. ഇതാണ് റോമാ ചക്രവർത്തിയുടെ കത്ത്. കത്ത് കിട്ടി ഹാറൂൺ റഷീദിന്റെ കയ്യിൽ. ഹാറൂൺ റഷീദ് ജീവിതത്തിൽ അതേപോലെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഹാറൂൺ റഷീദിന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം ആ കത്ത് വായിച്ചു. കത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഇതിന് മറുപടി ഞാൻ തന്നെ എഴുതിക്കൊള്ളാം. അറബ് രാജാക്കന്മാർ കണ്ടു കേട്ടുപഠിക്കേണ്ട ചരിത്രമാണിത്. ഹാറൂൺ റഷീദ് പറഞ്ഞു, ഈ കത്തിന് ഞാൻ തന്നെ മറുപടി എഴുതിക്കൊള്ളാം. അദ്ദേഹം എഴുതുന്ന മറുപടി ഉണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ഹാറൂന അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ എഴുതുന്ന കത്ത് ഇലാ കൽബിർ റൂമിൽ ജദീദ്, റോമയിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്ന പുതിയ പട്ടിക്ക്, പുതിയ നായക്ക്. റോമ ഭരിക്കുന്ന ചക്രവർത്തിക്ക് മറുപടി എഴുതാൻ ഹാറൂൺ റഷീദ് റോമയിൽ പുതുതായി അധികാരം ഏറ്റെടുക്കുന്ന നായക്കുള്ള കത്താണിത്. സ്വന്തം കൈകൊണ്ട് അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ, എന്റെ സൈന്യം ഇന്ന് നിന്റെ നാട്ടിലേക്ക് വരും, നിന്റെ നാട്ടിലേക്ക് എന്റെ സൈന്യം വരും. ഇന്ന് ഞാൻ നിന്റെ നാട്ടിൽ ഞാൻ ഇന്ന് എന്റെ കാല് ചവിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, യബ്നൽ കാഫിറ, കാഫിറായ പെണ്ണിന്റെ മോനെ എന്നൊക്കെ അദ്ദേഹം സംബോധന ചെയ്യുന്നുണ്ട്. വളരെ ധൈര്യമായ ഒരു കത്താണ് അദ്ദേഹം എഴുതിയത്. കത്ത് കിട്ടി ഹിർക്കലിന്, റോമ ചക്രവർത്തിക്ക് കത്ത് കിട്ടി, പുതിയ ഭരണാധികാരിക്ക് കത്ത് കിട്ടി. ആ കത്ത് വായിച്ചു. സൈന്യമെത്തി, ഹാറൂൺ റഷീദിന്റെ സൈന്യമെത്തി. അന്നത്തെ റോമ സാമ്രാജ്യത്തെ ഇവർ പരാജയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നേറാൻ തയ്യാറായാൽ ലോകത്തേതൊരു ശത്രു രാജ്യത്തെയും പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയുമെന്നുള്ളത് കഴിഞ്ഞകാല ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. സ്പെയിനിലേക്ക് ചെന്നില്ലേ, ഖുത്തൈബത്തൊരു മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ സൈന്യം ചൈനയിൽ ചെന്നല്ലോ. ചൈന അന്ന് വലിയ വൻശക്തിയാണ്, ഇന്നത്തെ പോലെ ചൈന വലിയ വൻശക്തിയാണ്. പക്ഷേ ഖുതൈബ ചൈനയുടെ മണ്ണിലേക്ക്, ചൈനയുടെ പരിസരത്ത് എന്നിട്ട് ചൈനയിലെ രാജാവിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അപ്പൊ ചൈനയിലെ രാജാവ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്, ഒരു ദൂതനെ പറഞ്ഞു വിടണം. ദൂതൻ വന്നു സംസാരിച്ചു.
10 പേരാണ് ദൂതന്മാരായിട്ട് കുത്തൈബ പറഞ്ഞു വിട്ടത്. 10 പേരും ചൈനയുടെ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. അവര് ധരിച്ചിരിക്കുന്നത് വെള്ള വസ്ത്രമാണ്. അവരോട് രാജാവ് സംസാരിക്കാൻ തയ്യാറായില്ല. അവർ തിരിച്ചുപോയി. കൂടെയുള്ളവരോട് രാജാവ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ആളുകൾ, ഇവരോട് നമ്മൾ യുദ്ധം ചെയ്താൽ ജയിക്കുമോ? അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞത് ജയിക്കും, കാരണം ഇവർ സുഗലോലുപന്മാരാണ്. ഇവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടില്ലേ, മിനുമിനുങ്ങുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, നമുക്ക് ജയിക്കാൻ കഴിയും. പിറ്റേ ദിവസം 10 പേര് വന്നു. അന്ന് അവർ തലപ്പാവ് ധരിച്ചു, കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിച്ചാ വന്നത്. അന്നും രാജാവ് സംസാരിച്ചില്ല. കൂടെയുള്ളവരോട് ചോദിച്ചു, നമുക്കിവരെ തോൽപ്പിക്കാൻ കഴിയുമോ? അവർ പറഞ്ഞു, തോൽപ്പിക്കാൻ കഴിയും, ഇവർ സുഗലോലുപന്മാരാണ്, ഇവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടില്ലേ. 3-ാം ദിവസം കുത്തൈബ പറഞ്ഞുവിട്ട 10 പേര് പട്ടാളവേഷത്തിലാ വന്നത്. കുതിരപ്പുറത്ത് പട്ടാളവേഷത്തിൽ പടത്തുപ്പി അണിഞ്ഞുകൊണ്ടുവന്നു. അന്ന് ചൈനയിലെ രാജാവ് കൂടെയുള്ളവരോട് ചോദിച്ചു, നമുക്കൊരു തോൽപ്പിക്കാൻ കഴിയുമോ? അവര് പറഞ്ഞു, ഇല്ല, തോൽപ്പിക്കാൻ കഴിയില്ല, അവരുടെ കണ്ണിൽ നിന്നും മരണം നമ്മൾ കാണുന്നുണ്ട്, ഇവരോട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കില്ല. അതുകൊണ്ട് അറബ് ലോകം സുഗലോലുപതയിലാണ്. ഗസ പട്ടിണി കിടക്കുമ്പോ അറബ് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്നും JCB കൊണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കാൻ പറ്റും. ആ നിലക്കാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സുഗലോലുപന്മാർക്ക് ഒരിക്കലും അള്ളാഹു വിജയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒത്തൊരുമിച്ച് നിന്നാൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഗസയുടെ പട്ടിണി മാറ്റാൻ, ഗസയുടെ ദീനരോധനം മാറ്റാൻ തീർച്ചയായിട്ടും അറബ് ലോകത്തിന് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഗസ നിവാസികൾക്ക് സമാധാനം പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സയനിസ്റ്റ് രാജ്യത്തെ പരാജയപ്പെടുത്തുമാറാകട്ടെ. നെതന്യാഹുവിനെ അള്ളാഹു തആല പാഠം പഠിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി.